ഹലോ ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ ഓഡിയോ വോയിസ് ഓവർ അല്ല വോയിസ് ഓവർ ചെയ്തൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോ എല്ലാവർക്കും വെൽക്കം ടു KS ഫുഡ് ചാനൽ. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവരും മൊത്തമായിട്ട് കാണുക. ബോറടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് കുറച്ച് ചോറ് ഇട്ടതിന് ശേഷം വീട്ടിൽ മോരുകറിയോ അല്ലെങ്കിൽ സാമ്പാറോ പരിപ്പോ ചേർത്ത് ഇതുപോലെ വയ്ക്കുക. മീൻകറി അല്ലെങ്കിൽ വേറെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഏതെങ്കിലും ഒരു ചാറുണ്ടെങ്കിലും അത് മതി. പപ്പടമോ ചിപ്സോ, ബീഫ് മസ്റ്റാണ് ബിഗില്. അപ്പോൾ ബീഫ്, മീൻകറി, മീൻ ചാറ്, പാവയ്ക്കാത്തോരൻ, മോരുകറി, പപ്പടം, ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച്. അപ്പോൾ നമുക്ക് തുടങ്ങുകയാണ്. കുറേ ദിവസത്തെ വർക്കിൻ്റെ ഒരു പ്രഷർ കാരണം റിലാക്സ് ചെയ്ത് ഫുഡ് കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാൽ നന്നായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ മോരൊഴിച്ച് ബീഫ് കുഴച്ച് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനലിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻസും കൂടി ചെയ്യണം. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം. ഞാനിപ്പോൾ ഇവിടെ കഴിക്കുന്ന പാവയ്ക്കാത്തോരൻ എടുത്ത് കുഴച്ച് ഇതിലൂടെ ചെറിയൊരു മീൻ, ഇവിടെ കോട്ടയം സ്റ്റൈലിൽ പറഞ്ഞു കഴിഞ്ഞാൽ തുണ്ടമ്മീൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇതും പപ്പടവും ക്യാബേജ് തോരനും, ക്യാബേജല്ല, പാവയ്ക്കാത്തോരനും, ബീഫ് വറുത്ത് പൊരിച്ചത് കണ്ടോ. എൻ്റെ കൂടെ ഞാൻ ചുവന്നുള്ളിയും കൂടി ആഡ് ചെയ്ത്, ബീഫ് വഴറ്റിയ സമയത്ത് ചുവന്നുള്ളിയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇത് വഴറ്റിയെടുത്തത്. അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒണിയനോ അല്ലെങ്കിൽ സവാളയോ ആഡ് ചെയ്തായാലും ഇത് കഴിക്കാവുന്നതാണ്. കുറച്ചും കൂടെ ആ ഒരു ഫ്ലേവർ വരും. പക്ഷേ ചുവന്നുള്ളി ആയിരിക്കും കുറച്ചും കൂടെ സ്വീറ്റ്നെസ് അല്ലാണ്ട് പ്രോപ്പറായിട്ടുള്ള ഫ്ലേവർ, സ്മെല്ലും കിട്ടാൻ വേണ്ടി അടിപൊളി ചുവന്നുള്ളി തന്നെയാണ്. ചുവന്നുള്ളി നിങ്ങളുടെ സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു കൊച്ചുള്ളി എന്നായിരിക്കും പറയുന്നത്. ബീഫ് വെളിച്ചെണ്ണ ഇച്ചിരി ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ പൊന്ന് സാറേ. അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രീതിയിലുള്ള ഭക്ഷണം കഴിപ്പിലേക്ക് തുടങ്ങി. ആദ്യം പതിയെ കഴിച്ചുകൊണ്ടിരുന്ന പിന്നെ ഈ മോരും പപ്പടവും കൂടെ കുഴച്ച് ബീഫിൻ്റെ ഒരു കഷ്ണം കൂടി ഇട്ട് കുഴച്ചാണ് ഞാൻ കഴിക്കുന്നത്. ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയി. അപ്പം അത് കാരണമാണ് വോയിസ് ഇടയ്ക്ക് നിന്ന് പോയത്. അപ്പം നിങ്ങൾക്ക് കേൾക്കാമല്ലേ, ഈ ഒരു ഞാൻ കാണുന്ന പടം ഇച്ചിരി അടിപൊളിയായിട്ടുള്ള പടമാണ്. കിഡ്സൊന്നും ഇതൊന്നും കാണാതിരിക്കുക. അപ്പം ഇങ്ങനെ കുഴച്ച് തിന്നുന്ന ആർക്കും ഇഷ്ടമാണ്. ഞാൻ നമ്മുടെ മൃണാൾ ഭായിയുടെ ഒരു ഫാനാണ്. പുള്ളി കുഴച്ച് തിന്നുന്ന കാണുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ അതുപോലെ ഞാനും ഇതുപോലെ കുഴച്ച് തിന്നാനായിട്ട് ആഗ്രഹിക്കുന്നു. പൊടിയൊക്കെ എടുത്തിട്ട് ചോറും മീനും പപ്പടം കൂടെ ഒരുമിച്ച് കുഴക്കണം. കുഴച്ച് സൗണ്ട് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം. പിന്നെ ഞാൻ കാണുന്ന സമയത്ത് TV അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഓണാക്കി. ഇപ്പോൾ ഈ കേസിൽ ഞാൻ ലാപ്ടോപ്പിൻ്റെ മൊബൈൽ വെച്ചിട്ടാണ് കാണുന്നതിൻ്റെ കൂടെയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും അതോടൊപ്പം ഫുഡ് ആസ്വദിക്കുന്നത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു രുചിയാണ് കേട്ടോ. ബീഫ് പൊരിച്ചത്, വീട്ടിലുണ്ടാക്കിയ ബീഫ് പൊരിച്ചത്, പോത്തുളത്തിയത്, മോരും കൂടെ കഴിക്കുന്നത് വല്ലാത്ത രുചിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു, ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ
ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത ആളല്ല, പണിയൊക്കെ ഉണ്ട്. എന്നാലും ഇതൊരു നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയാണ് ഞാനിത് റെഡിയാക്കിയത്. ഒന്നുമില്ല, പല വീഡിയോകൾ കണ്ട് ഇൻസ്പയർ ആയതാണ് ഇതിലേക്ക് വരാൻ കാര്യം. പിന്നെ ഒരു ദിവസം എൻ്റെ വീഡിയോസ് മുമ്പത്തെ എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുഡിനെ പറ്റി കൂടുതൽ ഇൻട്രസ്റ്റോടുകൂടി നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു.